ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം ഒന്നാമത് കറണ്ട് അഫെയറിൽ പഠിച്ചാണ്. അതിന് പുറമെ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു സയൻസിന്റെ റിവിഷൻ ക്ലാസ്സിൽ ഇത് പ്രത്യേകം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏതാണ് ഇത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു അല്ലേ? അതായത് ട്രിവാൻഡ്രം LDCക്ക് ഇതിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ കണ്ട് ചിലരെ ഞെട്ടിയിട്ടുണ്ടാവും, ചിലർ ആൻസർ അറിയുന്നവര് രക്ഷപ്പെട്ടു 2 മാർക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സോ നമ്മളെങ്ങനെ എന്താ ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ എക്സാമിന് മുമ്പുള്ള ഏറ്റവും ലാസ്റ്റത്തെ സയൻസിന്റെ റിവിഷൻ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നത് 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ജൈവ വൈവിധ്യം, ഒരു ഭൂമി മാത്രം, പരിസ്ഥിതി പുനർജീവനം, പ്ലാസ്റ്റിക്കിനെ തുരത്താം. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ജൈവ വൈവിധ്യമാണോ, ഒരു ഭൂമി മാത്രമാണോ, പരിസ്ഥിതി പുനർജീവനമാണോ, പ്ലാസ്റ്റിക്കിനെ തുരത്താം എന്നുള്ളതായിരുന്നോ? 2022 ചോദിച്ചത്. നമ്മൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യനും അതേ തുടർന്ന് 2021, 22, 23, 24 പരിസ്ഥിതി ദിനത്തിന്റെ തീമും അത് ഏതൊക്കെയാണ് രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിച്ചെന്നുള്ളതും പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയാ ഇന്ന് ഞാനിട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 ചോദിച്ചു. 2023 ഇതിന്റെ ആൻസർ ബി, ഒരു ഭൂമി മാത്രം എന്നുള്ളത്. അതായത് ഇത് നോക്കിയേ, 2023 എവിടെയാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക രാജ്യം ഐവറി കോസ്റ്റ് ആയിരുന്നു ആതിഥേയത്വം വഹിച്ചത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. 24 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഇതായിരുന്നു 2024 തീം. രാജ്യം സൗദി അറേബ്യയാണ് നമ്മൾ പഠിച്ചു. 22 ഒരേ ഒരു ഭൂമി മാത്രം, 21 പരിസ്ഥിതി പുനഃസ്ഥാപനം, ഇത് സ്വീഡൻ ആയിരുന്നു എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 23, 24, 22 ഇതെല്ലാം പഠിച്ചു. 24 ഇപ്പൊ ചോദിച്ചത് ഇന്നത്തെ ഒരു എക്സാമിന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുണ്ടായിരുന്നു. എന്താണ്? ഫീൽഡ് വർക്കറിന്റെ ഒരു NC എക്സാമിന് 23 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചു വെക്കാം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് മാത്രമാണോ? അല്ല, ഇതും. 2023 ലോക ആരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്താണ്? മനസ്സിലായല്ലോ. ഇത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാം ഇരുത്തി പഠിച്ചിട്ട് പോകാനുള്ളതല്ല, നമ്മൾ എന്തൊക്കെ ഒന്നുകൂടി ഓടിച്ചു നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഡേയ്സ് ആൻഡ് തീംസ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ എസ്പെഷ്യലി ഈ 2024 ഇപ്പൊ റീസെന്റ് ആയി കഴിഞ്ഞ ഡേയ്സ് ആൻഡ് തീംസ് മസ്റ്റ് ആയിട്ട് ഒന്ന് ഓടിച്ചു നോക്കണം. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ സന്ദേശം. ലോക ആരോഗ്യ ദിനം എന്നാണ്? അതുകൂടെ പറയും. ലോക ആരോഗ്യ ദിനം എന്നാണ്? 2023 ലോക ആരോഗ്യ ദിനം എന്നാണ്? 23 ലോക ആരോഗ്യ ദിനം എന്നാണ്? ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ശ്രദ്ധിച്ചോളൂ. 23 എല്ലാവർക്കും ആരോഗ്യം, ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു 23 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം. ഇനിയോ 24 നോക്കിക്കേ. ഇത് ഓൾറെഡി 24 PSC ഓൾറെഡി ചോദിച്ചിട്ട് കഴിഞ്ഞാണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ്സ്. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അതിന്റെ ആ എക്സാമിന് എന്തല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ ഏതാണ്? ഏപ്രിൽ 7 ദിവസങ്ങൾ മസ്റ്റായി പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി 22 നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം, അതായത് അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് ആണ് 2022 തീം. 21 നീതിയുക്തവും ആരോഗ്യകരവുമായ ഒരു ലോകത്തെ സൃഷ്ടിക്കുക. ഓക്കെ. ഈ 4 വർഷത്തെ തീമുകൾ മസ്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. 2023 ആണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം. ഇനി 24 ആണെങ്കിൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ്. ഇത് ഈ സ്ലൈഡ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എക്സാമിന് മുമ്പുള്ള റിവിഷനിൽ ചെയ്ത് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നത്. ഇനിയോ ഇത് നമ്മൾ പഠിച്ചതല്ലേ? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അസ്ഥി L, പേശി P, ഇതിനെ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ LTP എന്ന് പഠിച്ചതല്ലേ? ഇനിയോ അസ്ഥിയെ, അതായത് എല്ലുമായി ബന്ധിപ്പിക്കുന്നത് ലിഗ്മെന്റ് അഥവാ സ്നായുക്കള് LLL ആണെന്ന് പഠിച്ചു. ഇങ്ങനെയും പഠിച്ചു. LTP എന്ന് പറഞ്ഞ് ഇങ്ങനെയും പഠിച്ചു അല്ലേ? ആൻസർ ടെൻഡൻ ആയിരുന്നു. ഓക്കെ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കും. നമ്മളിത് ആ ചിത്രം വെച്ചിട്ട്, അതായത് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ചിത്രം വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കി, ഇതും
എവിടെ തന്നെയാണ്? ഡയറക്റ്റ് SCERT നിന്ന് തന്നെയാണ്. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളര സന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരവും തലയോട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനിയോ തെന്നി നീങ്ങുന്ന സന്ധി രണ്ട് അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഇതിലേതാണ് ശരിയായത്? ആണെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് തെറ്റ് വന്നിരിക്കണമെന്നും കൂടി നിങ്ങൾക്ക് അറിയാലോ. ബാക്കി ഏതെല്ലാമാണ് തെറ്റ് വന്നിട്ടുള്ളതെന്നും കൂടി. വിജാഗിരി സന്ധിയാണ് കാൽമുട്ടിൽ കാണപ്പെടുന്നത്. ശരി. ഇനി എന്താണ് നമ്മുടെ ഇടുപ്പല്ല് തുടയലിന്റെ അവിടെയൊക്കെയോ? ഓക്കെ, നമുക്ക് SCERT കൊടുത്തിട്ടുള്ളത് തന്നെ നോക്കാം. ഇനി അതിനു മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി. ഇത് ശ്രദ്ധിക്കുക. ഇത് ട്രിവാൻഡ്രം LDC, ഇത് ഗാദി ബോർഡ് LDC, ഇത് വീണ്ടും എന്താണ് ഗാദി ബോർഡ് LDCക്കോടാണ്. ഗാദി ബോർഡ് LDCക്ക് തന്നെയാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അക്ഷാസ്തികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച്. ചിത്രീകരണം എവിടെ? ചിത്രം എവിടെ? ചിത്രീകരണം നിരീക്ഷിക്കാൻ ചിത്രം എവിടെ? ചിത്രം വല്ലതും തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ? ഇല്ല. കാരണം എന്താ? SCERT കൊടുത്തിട്ടുണ്ട്. അവര് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിന് അതേ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്തതായിരുന്നു. ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോ ആ ചിത്രീകരണത്തിന്റെ കാര്യം അതൊക്കെ മറന്നു. അതേ രീതിയിൽ തന്നെ എടുത്ത് കൊടുത്തു. ഇതെവിടെയാ? ഇതിൽ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ഏതാന്ന് പറയുന്ന നോക്കട്ടെ. നമുക്ക് പറയാം ഇതിന്റെ എവിടെയാ? SCERT നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. SCERT ഓർമ്മയില്ല. ഞാൻ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ എങ്ങനെ ആ ചിത്രം കറക്റ്റ് ആയിട്ട് കട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും അസ്ഥികൂടം കണ്ട് പേടിക്കരുത്, രാത്രിയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടായിരുന്നു ആ ചിത്രം വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായത്. ഏതാണ് ഇതിന്റെ ആൻസർ? A ആണ്. നട്ടെല്ല് എത്രയാണോ? 1 ആണോ? അല്ല. മാറല്ല് 1 ആണ്. സ്റ്റേണമാണ്. തലയോട്ട് 39 അല്ലെങ്കിൽ 29. ഇനിയോ താഴെ കൊടുത്തിട്ടുള്ള മിനുസപേശിയെ കുറിച്ച് തെറ്റായ ഏതെല്ലാം? ഇതും ഏതാണ്? ഇതും ആ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ആ പേശികളെ കുറിച്ച് എന്താണ് അസ്ഥിപേശി, ഹൃദയപേശി, മിനുസപേശി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നുള്ളതാണ്. നോക്കിയേ, മിനുസപേശികളാണ്. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. ശരിയാണോ? അല്ല, തെറ്റി. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. അത് ശരി. കുറുകെ വരകൾ കാണപ്പെടുന്നു. തെറ്റ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു. ശരി. രക്തക്കുഴലുകള് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അവയ്ക്ക് ചലനം സാധ്യമാക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? ഇതെവിടെ നിന്ന് നമുക്ക് കാണണ്ടേ? അതിനു മുമ്പ് നമുക്ക് നമ്മുടേതായ കുറച്ച് ക്വസ്റ്റ്യൻസ് റിവിഷൻ ആയിട്ട്. തോളെല്ലിലെ അസ്ഥികൾ എത്രയാണ്? വേഗം പറയും. തോളെല്ലിലെ അസ്ഥികൾ എത്ര പേര് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് നോക്കണല്ലോ ഈ ടോപ്പിക്കിൽ നിന്ന്. ഇതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇതൊക്കെ. കാരണം ഇതൊക്കെ SCERT ടേബിൾ ഇത്രത്തെ അസ്ഥിയുടെ എണ്ണം പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ചോദിച്ചേക്കാം. എത്രയാണ്? ആൻസർ B 4 ആണ്. നമ്മൾ ഒന്ന് ഓടിച്ചു വിട്ടായിരിക്കും പറയാ ക്ലാസ് ക്വസ്റ്റ്യൻസുകളൊക്കെ. ഇനിയോ ലോക ഓസ്റ്റിയോപോറോസിസ് ദിനം, അസ്ഥിക്ഷയ ദിനം. ഓർമ്മയുള്ളവർ പറയും. ക്ലാസ്സിൽ അന്ന് എടുത്ത സമയത്ത് ആദ്യം ആരും ആൻസർ പറയാതിരുന്നു. പിന്നീട് ചെയ്തപ്പോൾ റിവിഷൻസ് ഒക്കെ ചെയ്ത സമയത്ത് ആൻസറുകൾ പറഞ്ഞിരുന്നു. ലോക ഓസ്റ്റിയോപോറോസിസ് ദിനം. നമ്മൾ അസ്ഥിപേശിയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഇതേപോലെ തന്നെ റിലേറ്റഡ് ആയുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതാണ്? ഒക്ടോബർ 20 ആണ്. ഒക്ടോബർ 20 ആണ് ഇത്. ഓക്കെ അല്ലേ? ഇനിയോ മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം ഓർമ്മയുണ്ട? മേലെ കൊടുത്തിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ മേലെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? 24. 24 വാരിയലുകളുടെ എണ്ണം. ഇതിനവിടെ ഇതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാരിയലുടെ എണ്ണം 24 അസ്ഥികള്. മനസ്സിലാക്കി ചെയ്യാപ്പോ. SCERT കൊടുത്തുള്ളതാ. നോക്കിയേ, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. തലയോട് 39 ആക്കിയവര് അതിനെ 29 പകരം. മാറല്ല് 1 പകരം 4 ആക്കി. വാരിയലുകള് 24 അതേ വില കൊടുത്തു. നട്ടല്ലോ വെറും അവര് കൊടുത്തത് നട്ടല് 1 എന്നാണ്. 1 ആണോ? അല്ല, 26 നട്ടലുണ്ട്. അതെങ്ങനെ എന്ത് എന്നുള്ള രീതിയിൽ അത് ആദ്യം 33 പിന്നീട് എങ്ങനെയാണ് 7 കുറഞ്ഞു വരുന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തോൾ വലയത്തിൽ നോക്കിക്കേ 4 ഉണ്ട്. പഠിച്ചു വെക്കുക. ഇനി ചോദിച്ചേക്കാം. ഈ സയൻസ് ഒരിക്കലും ഇതേ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു പോകരുത്. നമ്മൾ ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഇതല്ലാതെ നമുക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്യാനുള്ളതായിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഇതേ പോർഷൻ തന്നെ പഠിച്ചിട്ട് പോകണമെന്ന് പറയില്ല. എന്നാലും ഇതുമായി റിലേറ്റഡ് ആയുള്ള ചോദിച്ചേക്കാം. ഈ SCERT ആയതുകൊണ്ട് ചോദിച്ചേക്കാം. ചിലപ്പോൾ ഇതേ പോയിന്റ്സുകൾ ചോദിച്ചേക്കാന്നുള്ളത് കൊണ്ട് മാത്രമാണ്. തോൾ വലയം 4 അസ്ഥി ഉണ്ട്.
എങ്ങനെ രണ്ട് സെറ്റ് ആയിട്ട്, കൈകളിലാണെങ്കിൽ ഒരു കയ്യിൽ 30 വെച്ച് 2 കയ്യിൽ 60 പഠിച്ചു. ശ്രോണീവലയം ഇതാണ് ഇടുപ്പ്. ഇടുപ്പിൽ എങ്ങനെയാണ് 2 എണ്ണം. കാലിലാണെങ്കിൽ 30 × 2 6 എണ്ണം, 60 എണ്ണം. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ച അതേ സ്ലൈഡാണ്. മനസ്സിലായില്ലേ? ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, മനസ്സിലായില്ലേ? ഇനിയോ, ഇനി ഇത് ചോദിച്ചേക്കാം. ഇത്തവണ അസ്ഥി തന്നു, ഇനി അസ്ഥിയുടെ പേര് ചോദിച്ചേക്കാം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? PSC എത്ര തവണ ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ, കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? ആൻസർ ഏതാണ്? ബി, പാറ്റല്ല. നമ്മൾ പഠിച്ചതല്ലേ? ഈ ചിത്രം വെച്ചിട്ട് വിരലുകൾ ഫലാഞ്ചസ് ആണ്. വിരലുകൾ ഫലാഞ്ചസ് ആണ്. ഈ ഭാഗത്തുള്ളതാണ് മെറ്റാകാർപ്പസ് ആണ്. അതിന്റെ മേലുള്ള ഈ ജോയിന്റ് ആണെങ്കിൽ കാർപ്പസ് ആണ്. പിന്നെ കൈയുടെ ഈ ഭാഗത്തുള്ള 2 അസ്ഥികളാണ് റേഡിയസും അൾനിയും പഠിച്ചു. ഇതാണ് ഹ്യൂമറസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. തോൾ വലയത്തുള്ള 2 എണ്ണമാണ് എന്ത്? സ്കാപ്പുലിയും ക്ലാവിക്കിളും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. മാറല് സ്റ്റേണം ഒന്ന് നമ്മൾ സ്റ്റഡിയാക്കി നിർത്തുന്നത്. പിന്നെ നമ്മുടെ കീഴ്ത്താടിയുള്ള മാൻഡിബിൾ ആണ്. ഇത് തലയാട്ടി സ്കള്ളാണെന്ന് പഠിച്ചിട്ടുണ്ട്. കാലിക്ക് വന്നല്ലോ, അവിടെ ഹ്യൂമറസ് ആണെങ്കിൽ ഇവിടെ ഫീമർ ഉണ്ട്. ഓക്കെ, നീളം കൂടിയത്. പിന്നെ മുട്ട് പാറ്റല്ല. പിന്നെ നമ്മുടെ കയ്യില് റേഡിയസം അളിനാണെങ്കിൽ ഇവിടെ ടിബിയ ഫിബുല. ബാക്കിയുള്ളത് ഫലാഞ്ചസ്. കാലിന്റെയും കൈന്റെയും വിരലുകൾ ഫലാഞ്ചസ് തന്നെയാണ്. കാൽക്കുഴ കൈക്കുഴയാണെങ്കിൽ എന്താണ്? ടാർസസും മെറ്റാടാർസസും ആണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? നോക്കിയേ, വിരലുകൾ ഫലാഞ്ചസ് ആണ്. തുടയലിന്റെ പേര് എന്താണ്? ഫീമർ. മുട്ട് ചെത്തിയാണെങ്കിൽ പാറ്റ അല്ല. ഇനി കൈകളിൽ അസ്ഥി എന്തൊക്കെയാന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ് ഒന്ന്, അൾനി ഒന്ന്, കാർപ്പൽസ് ഉണ്ട്, പിന്നെ മെറ്റാകാർപ്പൽസ് ഉണ്ട്. കാലില്ലാത്തപ്പോഴോ തുടയല്, പിന്നെ ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്. ഈ പേര് കൂടി ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. മേ ബി ഈ ഒരു ടോപ്പിക്കിൽ തന്നെ റിപ്പീറ്റ് ആയി വരികയാണെങ്കിൽ ഇതിന്റെ ഒരു പേര് വരെ നല്ല സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. ഓക്കെ, ഇനിയോ അസ്ഥിയുടെ കൂടെ തന്നെ സന്ധിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേശികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗം, ഇത് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. SCERT കൊടുത്തിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പറയുന്നത്. മൊഡ്യൂള്, മെമ്പറൈൻ, ക്യാപ്സ്യൂൾ, ന്യൂക്ലിയസ്. ആ സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ ഏതാണ്? സി, ക്യാപ്സ്യൂൾ ആണ്. ഓപ്ഷൻ സി, ക്യാപ്സ്യൂൾ ആണ്. ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് കൂടിയും നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പറയുന്നതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഒന്ന് ഓടിച്ചു വിട്ട് പറയുന്നത്. നിങ്ങൾ ഇതിൽ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ എന്നല്ലേ? ഈ രീതിയിൽ തന്നെ പോയാൽ പോലെ, എന്നാലല്ലേ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപ്സ്യൂൾ ആണ്. ഇനിയോ, മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര പേശികളുണ്ട്? ബേസിക് ആയി ചോദിച്ചേക്കാം, ആകെ എത്ര പേശിയുണ്ട് എന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര പേശിയുണ്ട് പറഞ്ഞേ? 693 ആണോ, 936 ആണോ, 639 ആണോ, 638 ആണോ, ഏതാണ്? 639. ബേസിക് ആയ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ PSC ചോദിച്ചിട്ടുള്ളത്. കൈക്കുക, കാൽക്കുക. ഇവർ ഇത്തവണ അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് 1 ശരി 2 ശരി ആ രീതിക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഇത്തവണത്തെ സ്റ്റേറ്റ്മെന്റിൽ വലിയ സയൻസിന്റെ ഭാഗത്തുള്ള സ്റ്റേറ്റ്മെന്റ് വലിയ പുതുമയൊന്നുമില്ല. സെയിം സാധാരണ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ട് അതിനെ 1 2 3 4 എന്നാക്കി മാറ്റിയെന്നേ ഉള്ളൂ. അതാണ് കൈക്കുക, കാൽക്കുക എന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഏതാണ്? നമ്മളിത് എക്സാമ്പിൾ എഴുതുമ്പോൾ പഠിച്ചതാണ്. PSC എങ്ങനെ ഇത്തരത്തിൽ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. വിജാഗിരി സന്ധിയാണ്. ആണോ? ആരാ വിജാഗിരി സന്ധി എന്ന് പറഞ്ഞത്? നോക്കിയേ, തെന്നി നീങ്ങുന്ന സന്ധി എവിടെയാ? വിജാഗിരി സന്ധി എവിടെ? കൈമുട്ട്, കാൽമുട്ട് ഇത്തരത്തില് തെന്നി നീങ്ങുന്ന സംഖ്യ. നമ്മുടെ നമ്മുടെ ഈ കൈയൊക്കെ വരില്ലേ? കൈയൊക്കെ വരുന്ന ഈ പോർഷൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉൾക്കൊക്കെ നമുക്ക് കൈ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ബലത്തിലെടുക്കുമ്പോൾ കൈ പെട്ടെന്ന് തെന്നിപ്പോയില്ലേ? അതെവിടെയാ തെന്നി നീങ്ങുന്ന സന്ധി? കൈക്കുക, കാൽക്കുക. നമ്മൾ പെട്ടെന്നൊക്കെ ഓടുന്ന സമയത്തൊക്കെ കാലൊന്ന് ഇങ്ങനെ സ്കിഡായി പോകുന്ന പോലെ തോന്നില്ലേ നമ്മുടെ അസ്ഥി? അതാണ് തെന്നി നീങ്ങുന്ന സന്ധി. എവിടെയാണ്? കൈക്കുക, കാൽക്കുകയാണ്. ഇനി ആരൊക്കെ വിജാഗിരി സന്ധി പറഞ്ഞത്? ശ്രദ്ധിച്ചു നോക്കിയേ, വിജാഗിരി സന്ധി എവിടെ ഉണ്ടാകുക? ഇതിൽ ഓപ്ഷനിൽ വന്നത് എന്താ? വിജാഗിരി സന്ധി വന്നു ക്വസ്റ്റ്യനില്. ആ ക്വസ്റ്റ്യനിൽ വന്നത് എന്താണ്? ഓക്കെ, വിജാഗിരി സന്ധി കാൽ മുട്ടിൽ കാണപ്പെടുന്നു. ഈ ചിത്രം വെച്ചെടുത്ത് നോക്കിയേ. ഇതണ്ടാ, ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ് എന്ത്? തെന്നി മാറുന്ന സന്ധി. ഇവിടെയും
ഈ കാലിന്റെ ഈ പോർഷനിലും. ഇനി നോക്കിയേ, ഇവിടെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മുടെ കൈ, നിങ്ങൾ കൈ ഇങ്ങനെ മടക്കി നോക്കൂ, നിങ്ങൾക്ക് ഒരേ ഒരു സൈഡിലേക്ക് മാത്രമേ മടക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് വിരലുകൾ എടുത്താലും. ഈ വിരലുകളൊക്കെ നോക്കിയേ, ഒരു ഭാഗത്തേക്കേ മടക്കാൻ പറ്റുള്ളൂ. തിരിച്ചു മടക്കിയാൽ വിരൽ ഒടിഞ്ഞുകൊണ്ട് പോകും. അത്തരത്തിൽ ഒരു സൈഡിലേക്ക് മാത്രം, ഒരു വശത്തേക്ക് മാത്രം തിരിക്കാൻ പറ്റുന്നവയാണ് എന്ത്? വിജാഗിരി സന്ധി. ഇത് തെന്നി നീങ്ങുന്ന സന്ധിയാന്ന് പഠിച്ചു വെക്കുക. ഇനിയോ, സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത്? സന്ധിവാതം, ഓസ്റ്റിയോപോറോസിസ്, ടെറ്റനി, ഗൗട്ട്. ഏതാണ്? അതാണ്. അതായത് നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ടെൻസ്ഡ് ആയിരിക്കും ചിലര്. അപ്പൊ അത്തരത്തിലുള്ളവര് കൈ കുഴാന്നായിരിക്കും ചിലപ്പോ അവര് വായിക്കുന്നത് കൈ മുട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഓപ്ഷനിൽ എന്തുണ്ടാകും? വിജാഗിരി സന്ധി ഉണ്ടാകും. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായത്? നമ്മൾ ഒരു റിവിഷൻ ക്ലാസ്സിൽ പോലും ഇങ്ങനെ വായിക്കുന്നത് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മൈൻഡ് വളരെ കാമായിട്ട് ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് ടെൻഷൻ ആയിട്ട് ഇരിക്കരുത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ട് ഒരു ഫാക്ട് ആണ്, ശ്രദ്ധിച്ചോളൂ. നമുക്ക് എപ്പോഴും ABCD എന്ന് കുറെ കോഡുകളിലായിരിക്കും കിട്ടുക ക്വസ്റ്റ്യൻ പേപ്പർ. മേ ബി 100 മാർക്കുള്ള 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ആയേക്കാം. ആ 3 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യം കിട്ടുന്ന ഒരാളുണ്ട്. ആ ആദ്യം കിട്ടുന്ന ആൾ ഒരിക്കലും ആ 3 ക്വസ്റ്റ്യനിൽ വീഴരുത്. മനസ്സിലായോ? ആ 3 ക്വസ്റ്റ്യനിൽ കണ്ട് ടെൻഷൻ ആയിട്ട് അയ്യോ ഞാൻ ഇങ്ങനത്തെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷനായി ബാക്കി 97 ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ നിൽക്കരുത്. ബാക്കി അല്ലെങ്കിലോ ഈ 97 ക്വസ്റ്റ്യനിൽ 90 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് സിമ്പിളായി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയേക്കാം. പക്ഷെ ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ കൊണ്ട് ടെൻഷനായി ഈ 90 തെറ്റിക്കുക ക്വസ്റ്റ്യൻസ്, സിമ്പിളായ ക്വസ്റ്റ്യൻസുകൾ തെറ്റിക്കരുത്. അതിന് എപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാല്, ടഫായ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അപ്പൊ സ്കിപ്പ് അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രം ആദ്യം അറ്റൻഡ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടും ഉറപ്പായി. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പൊ രണ്ടാമത് വരിക. എന്നിട്ട് ഈ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നിന്ന് ആലോചിച്ചെടുക്കുക. അല്ലാതെ ഫസ്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻ എല്ലാം കുറച്ചുകൂടി ടഫായ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരിക്കലും അത് ആലോചിച്ചിരുന്ന് സമയം കളയരുത്. കാരണം അങ്ങനെ നിങ്ങൾ സമയം കളയാൻ നിങ്ങൾ ഒരിക്കലും 100ാമത്തെ ക്വസ്റ്റ്യൻ എത്തില്ല. ഫസ്റ്റത്തെ ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കളയുന്ന സമയം ഇവിടെ ഒരു 80ാമത്തെ ക്വസ്റ്റ്യൻ ശേഷമുള്ള 20 ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏറ്റവും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സ്കിപ്പ്, ഒരു ചെറിയ ഡൗട്ട് തോന്നിയാൽ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് 100ാമത്തെ ക്വസ്റ്റ്യന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉറപ്പായി കിട്ടും. എന്നിട്ട് നിങ്ങൾ ആലോചിക്കാൻ സമയം എടുക്കുക അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ വേണം കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താലാണ് എക്സാം ഹാളിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ഒന്ന് ചെയ്തു നോക്കുക. നമ്മൾ OMR എക്സാം ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ. അത്തരത്തിൽ നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ പർട്ടിക്കുലർ ടൈം ബീറ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് വരാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. മാർക്ക് നിങ്ങളുടെ കൂടും. അപ്പൊ ഇതിന്റെ ആൻസർ ഗൗട്ടാണെന്ന് പഠിച്ചു വെക്കുക. സന്ധികൾ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഗൗട്ടാണ്. ഇനിയോ നമുക്ക് നോക്കിയാലോ, സന്ധികൾ എന്താണ്? 2ഓ അതിലധികം അസ്ഥികൾ ചേരുന്ന ഭാഗമാണ് സന്ധി, ജോയിന്റ്. സന്ധികളെ കുറിച്ചുള്ള പഠനമാണെങ്കിലോ ആർത്രോളജിയാണ്. പഠിച്ചു വെക്കുക. സന്ധികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗം നമ്മൾ പഠിച്ചു, ക്യാപ്സ്യൂൾ. SCRT കൊടുത്തിട്ടുള്ളത്. ഈ സന്ധികളെ ഘർഷണം കുറയ്ക്കുന്ന ദ്രവം എന്താണ്? സൈനോവിയൽ ദ്രവം. ചോദിച്ചേക്കാം. SCRT കൊടുത്താണ്. സന്ധികളെ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി. ഈ സന്ധികൾ തമ്മിൽ ഘർഷണം കുറയ്ക്കാൻ അതിന് വേണ്ടിയിട്ടാണ് എന്താണ്? തരുണാസ്ഥി. ഈ തരുണാസ്ഥിയും ഘർഷണം കുറയ്ക്കാനുള്ള ദ്രവമാണെങ്കിൽ സൈനോവൽ ദ്രവമാണ് കൊടുത്തുള്ളത്. നമ്മുടെ മനുഷ്യന്റെ ഒരു നിർമ്മാണ ഘടന തന്നെ അത്തരത്തിലാണ്. നമുക്ക് കുറെ അധികം അത്ഭുതം നിറയ്ക്കുന്നതാണ്. ഇനി നോക്കിയാൽ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ചു നിർത്താൻ സ്നായുക്കളാണ്, ലിഗ്മെന്റ് ആണ്. മനസ്സിലായ? അതാണ് പറഞ്ഞത് അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത്. അസ്ഥി ടു അസ്ഥി, അതാണ് LLL. സ്നായുക്കള്, ലിഗ്മെന്റ്. അസ്ഥിയെ പേശിയുമായിട്ടാണെങ്കിൽ LTP. പഠിച്ചു വെക്കുക. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് ഗോളര സന്ധി. തോളല് ഇടുപ്പല്ലിലാണ് കാണപ്പെടുന്നത്. പഠിച്ചു വെക്കുക. തോളല്, ഇടുപ്പല്ല്. ഇതേ എക്സാമ്പിള് ശ്രദ്ധിക്കാട്ട. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടത്, എവിടെന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ തോളല്, ഇടുപ്പല്ലിൽ എന്താണ് കാണപ്പെടുന്നത്? ഗോളര സന്ധിയാണ്. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണെങ്കിൽ വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ടിലാണ് അത് വരുന്നത്. ഒരു ആക്സിസിന് ചുറ്റും കറങ്ങുന്ന തരത്തിൽ സാധ്യമാകുന്ന സന്ധി കീലസന്ധി. ആ നമ്മുടെ തലയോട്ടിയുടെ ഭാഗം ആരംഭവും അത് തലയോട്ടിയെ എന്താണ് നട്ടലിന്റെ ആരംഭവുമായി കണക്ട് ചെയ്യുന്ന അവിടെ ചോദിക്കുന്ന എന്താണ്? കീലസന്ധിയാണ്. എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നട്ടലിൽ ആദ്യത്തെ കശേരും അതിന്റെ അടുത്ത കശേരും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? കീലസന്ധിയാണ്.
എന്താണ് കഴുത്ത് ഒരു അസ്ഥിക്ക് മുകളിൽ മറ്റൊന്നിലേക്ക് തെന്നി നീങ്ങുന്ന തരത്തിൽ ചലനം സാധ്യമാകുന്നത് എന്താണ്? തെന്നി നീങ്ങുന്നത് കഴുത്ത് ഒരു അസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന രീതിയിൽ ചലനം സാധ്യമാകുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഏത്? നമ്മുടെ കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്, പഠിച്ചു വെക്കുക. ഇനിയോ ഈ തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണമാണ് കൈക്കുഴ, കാൽക്കുഴ. ശ്രദ്ധിക്കുക, കൈമുട്ട് വേറെ, കൈക്കുഴ വേറെ, കാൽമുട്ട് വേറെ, കുഴ വേറെ, രണ്ടും മാറാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? നോക്കിയേ, ഇതാണ് SCERT കൊടുത്തിട്ടുള്ളത്. അസ്ഥി ഈ അസ്ഥിയെ ബന്ധിപ്പിക്കുന്ന അപ്പൊ എന്തായിരിക്കും? എല്ല് ഇതിനെ ബന്ധിപ്പിക്കുന്ന ഉറപ്പായിട്ടും ലിഗ്മെന്റ് അഥവാ സ്നായുക്കളാണ്. അതുകൊണ്ടാണ് ഈ ചിത്രം കൊടുത്തത്. ഇതിൽ ക്യാപ്സ്യൂൾ കൊടുത്തിട്ടുണ്ട്, തരുണാസ്ഥി കൊടുത്തിട്ടുണ്ട്, സ്നായുക്കൾ കൊടുത്തിട്ടുണ്ട് ബന്ധിപ്പിക്കാനുള്ളത്, അതാണ് ലിഗ്മെന്റ്. പിന്നെ സൈനോവിയൽ ദ്രവം, സൈനോവിയൽ സ്ഥലം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കീലസന്ധി ഇതാണ്ടാ കഴുത്തിലെ നട്ടെല്ലുമായി ബന്ധിപ്പിക്കുന്നത്, പഠിച്ചു വെച്ച്. നോക്കിയേ, ഗോളരസന്ധി ഇതാ ഇവിടെയാണ് ഗോളരസന്ധി വരുന്നുണ്ട്. ഇവിടെയും നമ്മുടെ ഇവിടെ എല്ലാം ഗോളരസന്ധിയാണ് വരുന്നത്. ഇതെല്ലാം അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ നിന്ന് വരെയാണ് അവര് ഓപ്ഷൻസ് ഇട്ടിരിക്കുന്നത്. നോക്കിയേ, കാൽമുട്ടിലെ വിജാഗര സന്ധി, ഈ ചിത്രം തന്നെയല്ലേ അതപ്പോ എടുത്തിട്ടിരിക്കുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി എവിടെയാണ് വരുന്നത്? ഇവിടെ. ഈ ചിത്രമൊക്കെ പഠിച്ചു വെക്കുക. ഈ ഒരു ചിത്രത്തിൽ നിന്ന് ചോദിച്ചു, അപ്പൊ അവിടെ അസ്ഥികളുടെ എണ്ണത്തിലുള്ള ചിത്രത്തിൽ നിന്ന് ചോദിച്ചു, മനസ്സിലല്ലേ? SCERT നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, പഠിച്ചു വെക്കുക. ഇതിന്റെ നമ്മൾ അതേ എക്സാമ്പിൾ തന്നെയാണ് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യല SCERT ആണ്. ഇനിയോ ഇവയുടെ തകരാറുകൾ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ച്. ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, സന്ധിവാതമുണ്ട്, ഗൗട്ട് ഉണ്ട്. ഇതെല്ലാം SCERT തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതാ SCERT തന്നെ കൊടുത്തിട്ടുണ്ട്. സന്ധിവാതം, അസ്ഥിസ്ഥാനഭ്രംശം, ഉളുക്ക്, ഓസ്റ്റിയോപോറോസിസ്, പേശിക്ഷയം. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഗൗട്ട്, സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുണ്ടാകുന്നത്. എന്താണെന്ന് വായിക്കാം. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്നു കാൽസ്യത്തിന്റെ കുറവ് കാരണമോ അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതൊക്കെ ഓസ്റ്റിയോപോറോസിസിന് കാരണമായേക്കാം. സന്ധിവാതമാണെങ്കിലോ സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥ്യ വലയത്തിനുണ്ടാകുന്നത്. എവിടെയാണ് ഇത് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഡാഷ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ എന്താണ്? തരുണാസ്ഥ്യ വലയത്തിനുണ്ടാകുന്ന തകരാറാണ് സന്ധിവാതം. മനസ്സിലായോ? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം മൂലം എന്തിലുണ്ടാകുന്ന തകരാറെന്ന് ചോദിച്ചേക്കാം. എവിടെ? തരുണാസ്ഥ്യ വലയത്തിനുണ്ടാകുന്ന തകരാറ്. നമ്മൾ പഠിച്ച തരുണാസ്ഥി വലയം എന്തിനാന്ന് പറഞ്ഞു? ഘർഷണം കുറയ്ക്കാനുള്ള അസ്ഥികളാണ് തരുണാസ്ഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൗട്ടോ സന്ധികളെ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട്. ഓൾറെഡി PSC കുറെ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. അസ്ഥിഭംഗം ശക്തമായ ആഘാതം ഏൽക്കുന്നത് മൂലം അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാകാം. അസ്ഥിഭംഗം അറിയാലോ നമ്മൾക്ക് കുറെയൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. അസ്ഥി ഒടിയുന്നതിനാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. തെറ്റാതെ പഠിച്ചു വെക്കുക, മാറിപ്പോകരുത്. ഇനി ഇത്രയും അസുഖങ്ങളുണ്ട്. സന്ധികളിൽ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. തരുണാസ്ഥി വലയത്തിന് തകരാറ് നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇനിയോ ഉളുക്കുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി സ്നായുക്കള്, തരുണാസ്ഥി വലയം എല്ലാം ഉണ്ട്. ഇതിൽ ഈ സ്നായുക്കള് വലിയുകയോ പൊട്ടുകയോ ചെയ്യുമ്പോഴാണ് ഉളുക്കുണ്ടാകുന്നത്. മനസ്സിലായോ? കഠിനമായ വേദന, നീർവീക്കം, ഇതൊക്കെ ഭൂരിഭാഗം ആളുകളും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടായേക്കാം. ഓസ്റ്റിയോപോറോസിസ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. പേശിക്ഷയം, ഇത് പഠിച്ചു വയ്ക്കുക. പല കാരണങ്ങൾ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശിക്ഷയം. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? ഓക്കെ, നമ്മള് ക്ലാസ്സിൽ ഇട്ട ഒരു ക്വസ്റ്റ്യൻ, അതായത് PSC ചോദിച്ച ഒരു PYQന് ക്ലാസ്സിൽ ഇട്ടതായിരുന്നു. ഹൃദയപേശി, അതിന് അവിടെ നേരെ മാറ്റി മിനുസപേശിയായി. ഇനി അടുത്ത ഇതിൽ അസ്ഥിപേശി എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോ PSC ആ ഒരു ടേബിളിൽ നിന്ന് വീണ്ടും റിപ്പീറ്റ് ആയി എത്തരത്തില് ഒരു മാറ്റമില്ല. അതിൽ തന്നെ 4-5 ഓപ്ഷൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ആക്കിയിരിക്കുന്നത്. ഹൃദയപേശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചു നോക്കിയാൽ കുറുകെ വരകൾ കാണപ്പെടുന്നു, സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ, അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു, ഐശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? ബി എന്ന് പറയുന്നുണ്ട്. ഏതാണ് ആൻസർ? ബി ആണോ? അല്ല, സി ആണ്. നോക്കിയേ, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈശ്ചിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ശരിയാണ്. സ്പിൻഡിലാകൃതി ആണോ? അല്ല, സ്പിൻഡിലാകൃതി അല്ല. എന്താണ് ആകൃതി? ഇതാ ഹൃദയപേശിക്ക് ആകൃതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. മിനുസപേശിയാണ് സ്പിൻഡിലാകൃതിയിൽ കാണപ്പെടുന്നത്. പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഈ പഠിക്കാം. ഈ ഇതിൽ തന്നെയാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മിനുസപേശിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, ഒന്നാമത്തെ ഓപ്ഷൻ. ഇവിടെ കുറുകെ വരകളില്ല എന്നാണ്, അവിടെ കുറുകെ വരകൾ ഉണ്ട് എന്നായിരുന്നു അല്ലെ?
ഇനിയോ അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഈ 2 ഓപ്ഷൻ ആയില്ലേ. ഇനിയോ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. 1, 2, 3, 4. ഈ 4 ഓപ്ഷൻ തന്നെയല്ലേ അതിൽ സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നത് അസ്ഥിപേശിയാണ്. സിലിണ്ടർ ആകൃതിയിൽ, ശ്രദ്ധിക്കുക, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. അസ്ഥിപേശിയിലും ഹൃദയപേശിയിലും മാത്രമാണ് വരകൾ ഉള്ളത്. പഠിച്ചു വെക്കുക. അസ്ഥിപേശിയിലും ഹൃദയപേശിയിലും വരകളുണ്ട്. ഇനിയോ നമുക്ക് അസ്ഥിപേശി നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഐശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനിയോ മിനുസപേശി എത്തിയപ്പോ ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു മിനുസപേശി. രേഖാശൂന്യ പേശി തന്നെ അറിയപ്പെടുന്നു. കാരണം എന്താണ്? കുറുകെ വരകളില്ല, അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു. മനസ്സിലായി? ഈ ഒരു ടേബിളിൽ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൽ സ്റ്റേറ്റ്മെന്റ് ഇടാനുള്ള ഓപ്ഷൻസ് ഒക്കെ എടുത്തിരിക്കുന്നതാണ് ഈ ടേബിളിൽ തന്നെയാണ്. ഹൃദയപേശിയോ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈശ്ചിക ചലനങ്ങൾ. നോക്കിയേ, ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈശ്ചിക ചലനങ്ങൾ. ഇനിയോ സ്പിൻഡിലാകൃതി, ഐശ്ചിക ചലനം. ഇതാ ഇവിടുത്തെ സ്പിൻഡിലാകൃതിനെ എടുത്തിട്ടു, ഇവിടുത്തെ ഐശ്ചിക ചലനത്തിനെ എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി ഇട്ടു. ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് വരെ മനസ്സിലാക്കാൻ തുടങ്ങും SCRT പഠിക്കുന്ന സമയത്ത്. ഇനി ഇത് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായിരുന്ന ലവണം? ആൻസർ അതാണ് സി, നൈട്രേറ്റ് ആണ്. അത് പഠിച്ചു വെക്കുക. ഇനിയോ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലഡ് ആണ്. നമ്മളിത് ക്ലാസ്സിൽ ആ രീതിയിൽ തന്നെയല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാമ്പിളില് യോജക കലയ്ക്ക് രക്തം. ഇനിയോ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ് ശരിക്കും കണ്ടിട്ടുള്ളവർക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. കാരണം ആ SCRTയിൽ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. അതിൽ വളരെ വിശദമായിട്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഇതിന്റെ ആൻസർ, ഈ ക്ലാസ് എങ്ങനെയാണ് രക്തം കട്ട പിടിക്കൽ പ്രക്രിയ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇത്? ആദ്യത്തെ സ്റ്റേജിൽ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു, പഠിക്കുക. പിന്നീട് എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഇതിന്റെ സഹായത്തോടെയാണ് പ്രോത്രോംബിനെ എന്താക്കി മാറ്റുന്നത്? ത്രോംബിനാക്കി മാറ്റുന്നത്. പിന്നീട് ഈ ത്രോംബിന്റെ സഹായത്തോടെ ഫൈബ്രിനോജിനെ നാരുകളാക്കിയിട്ട് ആ നാരുകൾ ഇങ്ങനെ, ഞാൻ ചിത്രം അടക്കം വരച്ചു, ഇങ്ങനെ നാരുകൾ ഇങ്ങനെ അടിഞ്ഞ് ഈ നാരുകൾ രക്തകോശങ്ങളെല്ലാം അടിഞ്ഞുകൂടി അവിടെ ആ രക്തം ഒഴുക്ക് തടയുന്നു. അങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത് അടക്കം ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതുകൊണ്ട് ആൻസർ ഡി ആണ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് കുറച്ചുള്ള ഫാക്ട്സുകൾ പഠിക്കാം. ഇതൊരു അസുഖമാണ് ചോദിച്ചത്. അപ്പൊ കുറച്ച് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി ചോദിച്ചേക്കും. ഇത്തവണ സയൻസിലെ അത്ര ബയോളജിയിൽ നിന്ന് രോഗങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട്. ഞാൻ രോഗങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലെടുത്തിട്ടുണ്ട്. പിന്നെ രക്തത്തെക്കുറിച്ചും നമുക്ക് കുറച്ചുകൂടി പഠിച്ചിട്ട് ഏകദേശം ഇന്നത്തെ ക്ലാസ് ഏകദേശം തീരുന്ന വിചാരിക്കാൻ നോക്കാം. തൊഴിൽജന്യ രോഗങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലിടങ്ങളെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ന്യൂമോകോണിയോസിസ് അഥവാ ബ്ലാക്ക് ലങ് സിൻഡ്രം. ഓക്കെ, കൽക്കരി ഖനിയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് അഥവാ ബ്ലാക്ക് ലങ് സിൻഡ്രം എന്ന് പഠിച്ചു വെക്കുക. സ്വർണം, ടിന്ന്, മൈക്ക് ഖനികളിലെ തൊഴിലാളികൾ, കോറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന എന്താണ്? സിലിക്കോസിസ് ആണെന്ന് പഠിച്ചു വെക്കുക. സ്വർണം, ടിന്ന്, മൈക്ക് ഖനികളിലെ തൊഴിലാളികൾക്കും കോറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അസുഖം സിലിക്കോസിസ് ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ആസ്ബസ്റ്റോസ് ഫാക്ടറി ആണെങ്കിലോ ആസ്ബസ്റ്റോസിസ് ആണ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ കൊടുത്താൽ കിട്ടും. പക്ഷെ വൈറ്റ് ലങ് സിൻഡ്രം എന്താന്ന് ചോദിച്ചാൽ കിട്ടണം. ബ്ലാക്ക് ലങ് ആണെങ്കിൽ ന്യൂമോകോണിയോസിസ് ആണ്. പഠിച്ചു വെക്കുക. കൽക്കരിയാണ്. വൈറ്റ് ലങ് സിൻഡ്രം ആണെങ്കിലോ നമുക്കറിയില്ല, ആസ്ബസ്റ്റോസ് ഷീറ്റ് എങ്ങനെയാണ്? വെള്ള കളറിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് വൈറ്റ് ലങ് സിൻഡ്രം. അല്ലെങ്കിൽ മെസിത്തിലിയോമ, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. മെസിത്തിലിയോമ എന്ന് അറിയപ്പെടുന്ന എന്താണ്? വൈറ്റ് ലങ് സിൻഡ്രം അഥവാ ആസ്ബസ്റ്റോസിസം ഒക്കെ. അത് മെസിത്തിലിയോമിയം ഈ ആസ്ബസ്റ്റോസ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നവർക്കുള്ള രോഗമാണെന്ന് പഠിച്ചു വയ്ക്കുക. വൈറ്റ് ലങ് സിൻഡ്രം എന്ന് അറിയപ്പെടുന്ന എന്താണ്? ആസ്ബസ്റ്റോസിസ് ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക.
ഇനി പരുത്തി വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ളത് ബൈസിനോസിസ് ആണ്. അതാണ് ബ്രൗൺ ലങ് സിൻഡ്രം അഥവാ മൺഡേ ഫീവർ. പഠിച്ചു വെക്കുക. മൺഡേ ഫീവർ അഥവാ ബ്രൗൺ ലങ് സിൻഡ്രം എന്താണ്? ബൈസിനോസിസ് ആണെന്നുള്ളതും പഠിച്ചു വെക്കുക. ചോദിക്കാൻ സാധ്യതകളുണ്ട്. ഇനിയോ ജന്തുജന്യ രോഗങ്ങളുണ്ട്. ഇത് തൊഴിൽജന്യം, ജന്തുജന്യം. ആന്ത്രാക്സ്, അകിട് വീക്കം ആരാണ് കാരണം? ജന്തുക്കളിൽ ഉണ്ടാകുന്നതാണ്. ബാക്ടീരിയ കാരണമാണ്. കുളമ്പ് രോഗം എന്ത് തരം? കുളമ്പ് രോഗത്തിന് കാരണമായ രോഗകാരി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വൈറസ് ആണ്. ബാക്ടീരിയ ആണെങ്കിൽ ആന്ത്രാക്സ് ആണ്. നമ്മൾ ബാക്ടീരിയയുടെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആന്ത്രാക്സ് എപ്പോഴും പഠിക്കുന്നതാണ്. എന്താണ്? ഇനി കുളമ്പ് രോഗമാണെങ്കിൽ വൈറസ് ആണ്. സസ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, PSC ചോദിച്ചത്. നമുക്ക് സസ്യങ്ങൾ അത്രയ്ക്ക് സിലബസിൽ ഇല്ലെങ്കിലും SCRT നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും വഴുതനയിലെ വാട്ട രോഗത്തിനും കാരണം ബാക്ടീരിയ ആണെന്ന് പഠിച്ചു വെക്കുക. ബ്ലൈറ്റും വാട്ട രോഗത്തിനും കാരണം ആരാണ്? ബാക്ടീരിയ. ഇനി വൈറസ് വരുത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? പയറും മരച്ചീനിയിലെ മൊസൈക്ക് രോഗവും എന്താണ്? വാഴയിലെ കുറുനാമ്പ് രോഗവും. വഴുതനയിലെ വാട്ട രോഗം ബാക്ടീരിയ ആണെങ്കിൽ വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫംഗസ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ചോദിക്കാറ്. കുരുമുളകിന്റെ ദ്രുതവാട്ടം എന്തിനു ഉദാഹരണം? ഫംഗസ് വരുത്തുന്ന രോഗത്തിന് ഉദാഹരണം. തെങ്ങിന്റെ കൂമ്പ് ചീയൽ ഫംഗസ് രോഗത്തിന് ഉദാഹരണം. പഠിച്ചു വെക്കുക. ഓക്കെ അല്ലത്? ഇനിയോ പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് മിഠായി എന്ന പദ്ധതിയുടെ പേരിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തിനെയാണ്? 1 ആണോ 2 ആണോ? ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, ടൈപ്പ് 2 കീറ്റോന്യൂറിയ. ഏതാണ്? ലാഗ് നോക്കാനുള്ള 1 ആണോ 2 ആണോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? പറയൂ. ടൈപ്പ് 2 ആണ്. ഓക്കെ. ഇനി ടൈപ്പ് 1 പ്രമേഹം എന്താണ്? ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്ന ടൈപ്പ് 1 ആണ്. അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ പദ്ധതി ചോദിച്ചില്ലേ, മിഠായി. മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് മിഠായി. ജുവനൈൽ ഡയബറ്റീസ് എന്ന് അറിയപ്പെടുന്ന ടൈപ്പ് 1 ആണ്. ജീവിതശൈലി രോഗമായിട്ട് കാണപ്പെടുന്നത് ടൈപ്പ് 2 ആണ്. മെലിഞ്ഞ രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാ? റീസെന്റ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എപ്പോഴും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടാ. മെലിഞ്ഞ രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഏതാ? എയ്ഡ്സ്. നമുക്കറിയില്ല, എയ്ഡ്സ് ഒക്കെ ബാധിച്ചവര് വളരെ മെലിഞ്ഞ രോഗം അത്തരത്തിൽ കാണപ്പെടുന്നു. സ്ലിം ഡിസീസ്, മെലിഞ്ഞ രോഗം. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം. ഇതൊന്ന് നോക്കി വെക്കാൻ കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ പനിയൊക്കെ കൂടുതലുള്ള സീസൺ ആയത് കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏതാണ്? ക്യൂലക്സ് ആണോ, അനോഫിലസ് ആണോ, ഈഡിസ് ആണോ, മാൻസോണിയൻസ് ആണോ? ഏതാണ്? ഇതെല്ലാം കോഡ് വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഈഡിസ് ആണ്. ഈഡിസ് ആണ്. അതാണ് ചിക്കൻ ഗുനിയ, സിക്ക വൈറസ് ഒക്കെ ഈഡിസ് ഈജിപ്റ്റ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ഷയരോഗത്തെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്ഷയരോഗത്തെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. ഏറ്റവും ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ രോഗങ്ങളിൽ നിന്ന്. BCG ആണ്. ശ്രദ്ധിക്കുക, രോഗവും അവയുടെ വാക്സിനും അല്ലെങ്കിൽ രോഗവും അവയുടെ ടെസ്റ്റും ഒന്ന് പഠിച്ചു വെക്കുക. അവ ചേരുംപടി ചേർക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ശരിയായ ജോഡി തെറ്റായ ജോഡി എന്നുള്ള രീതിയിൽ ചോദിക്കും. മനസ്സിലായോ? അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം ഈ രോഗങ്ങളുടെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് രോഗങ്ങളും അവയുടെ വാക്സിനുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ അവയുടെ ടെസ്റ്റ് ഇതൊന്നും ഓർഡറിൽ കറക്റ്റായി പഠിച്ചു വെക്കുക. ക്ഷയരോഗത്തെ തടയുന്ന BCG ആണ്. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്ന താഴെ പറഞ്ഞ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ക്ഷയം, വില്ലൻ ചുമ, മഞ്ഞപ്പിത്തം, നിശാന്തത. ഏതാണ്? അസുഖങ്ങളെ കുറിച്ച് കൂടുതൽ ഇത്തവണ ചോദ്യങ്ങൾ വന്നിട്ടില്ല. അടുത്ത എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ് അസുഖങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഏതാണ്? വില്ലൻ ചുമ, പെർട്ടൂസിസ് ആണെന്ന് അറിയാലോ. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറഞ്ഞത് എല്ലാ PUIQs തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോ ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ്, വില്ലൻ ചുമ. ഏതാണ് ഫലപ്രദമല്ലാത്തത്? DPTയില് D എന്താണ്? ടെറ്റനസ് T, വില്ലൻ ചുമ പെർട്ടൂസിസ്. ഓക്കെ.
അപ്പൊ പോളിയോ ബി ആണെന്ന് പഠിച്ചു വെക്കുക. ക്ഷയം ബാധിക്കുന്ന അവയവം ഓൾറെഡി നമ്മള് ക്ലാസ്സിൽ എടുത്തു പറഞ്ഞായിരുന്നു. എന്താണ് ചെയ്യുന്നത് എന്ന്? അമോണിയാണ്, വിഷപദാർത്ഥമായ അമോണിയ ഉണ്ടാകുന്ന ആ വിഷപദാർത്ഥം നമ്മുടെ ശരീരത്തിന് ഹാനികരമായതുകൊണ്ട് അവയെ പെട്ടെന്ന് തന്നെ യൂറിയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അതേ രീതിയിൽ തന്നെ വിഷപദാർത്ഥമായ അമോണിയ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏതെന്നാണ് ചോദിച്ചത്. കരളെന്ന് അല്ലേ? ഏതാണ്? ശ്വാസകോശം. പഠിച്ചു വെക്കുക. ക്ഷയം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ഇനി ഇത് ചോദിച്ചിട്ടുണ്ട്, ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ ഇരട്ട സ്ഥലം നമ്മള് ഓരോ അവയവങ്ങൾ പഠിച്ചപ്പോഴും അവയെ പൊതിഞ്ഞ ഓരോ സ്ഥലവും എടുത്തെടുത്തിട്ട് എഴുതി പഠിച്ചു. ശ്വാസകോശം എന്താണ്, ഹൃദയം എന്താണ്, തലച്ചോറ് എന്താണെന്നുള്ളതെല്ലാം, അഥവാ മസ്തിഷ്കം എന്താണെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്വാസകോശം എന്തായിരുന്നു? പ്ലൂറ. ഇനി മസ്തിഷ്കം എന്തായിരുന്നു? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നമ്മൾ പറഞ്ഞത് എത്രയാണ്? 3 പാളികളുള്ള സ്ഥലമാണ്. എന്തായിരുന്നു അതിന്റെ പേര്? മസ്തിഷ്കത്തെ മെനിഞ്ചസ്. ഇനി ഹൃദയത്തെ ആണെങ്കിലോ? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഹൃദയത്തെ പെരികാർഡിയം. ഇതെല്ലാം പറഞ്ഞതാണ്. പ്ലൂറയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ക്യൂലെക്സ് കൊതുകിലൂടെ പകരുന്ന രോഗം ഏത്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. എന്താണ്? ക്യൂലെക്സ് കൊതുകാണെങ്കിൽ നമ്മൾ കോഡ് ഓർമ്മയില്ലേ? ജപ്പാനില് മന്തുള്ളവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി മലമ്പനി ആണെങ്കിലോ? മലമ്പനി ശ്രദ്ധിക്കുക, ഇത്തവണ ചോദിച്ചിട്ട് എന്താണ്, ഇന്ന് നടന്ന എക്സാമിന് അനോഫിലസ് പെൺകൊതുക് പരത്തുന്ന രോഗം ഏത് പറഞ്ഞിട്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അനോഫിലസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആനമല. മലമ്പനി അഥവാ മലേറിയ ആനമല എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡെങ്കിപ്പനി പഠിച്ചിട്ടുണ്ട്, ചിക്കൻ ഗുനിയ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെന്താ ഇന്നത്തെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നോ? ഡ്രൈഡേ. നമ്മൾ ഡ്രൈഡേ എന്തിനാ ആചരിക്കുന്നത്? കൊതുകിനെ നശിപ്പിക്കാൻ. ഡ്രൈഡേ നമ്മള് ഡ്രൈഡേ ആചരിക്കുന്നുണ്ടല്ലോ. ഈ വീടിന് ചുറ്റുമുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ചിരട്ടയില്ല, ചിരട്ടയൊക്കെ മറിച്ചിടുക, പാത്രമെല്ലാം മറിച്ചിടുക, വെള്ളം നിറയാത്ത രീതിയിൽ. അങ്ങനെ ഡ്രൈഡേ നമ്മള് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തുള്ള ഡ്രൈഡേ ആചരിക്കുക എന്നുള്ളത്. അതെന്തിനാ? കൊതുക് വരാതിരിക്കുക. എന്നിട്ട് അതിൽ ഓപ്ഷൻ ഡെങ്കിപ്പനി ആയിരുന്നു ശരിയായിരുന്നത്. മനസ്സിലായോ? ഇന്നത്തെ നടന്ന ക്വസ്റ്റ്യന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇതാ നമ്മുടെ ആ പ്രക്രിയ നോക്കിയേ. ഫസ്റ്റത്തത്, മുറിവേറ്റത്തെ ഭാഗങ്ങൾ കലകളും പ്ലേറ്റ്ലെറ്റും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു. അതിലെ ഒന്നാമത്തേത്. ഇനോ ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ സഹായത്തോടെ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന ആരൊക്കെ കൂടിയിട്ടാണ്? ഈ രാസാഗ്നിയായ ത്രോംബോപ്ലാസ്റ്റിനും കൂടെ കാൽസ്യം എന്ന ധാതു, വിറ്റാമിൻ കെ എന്നിവയുടെ എല്ലാം സഹായത്തോടെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെയോ ഈ ത്രോംബിന്റെ സഹായത്തോടെ ഫൈബ്രിനോജിനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തം കട്ടയുണ്ടാകുന്നു. നാലാമത്തെ സ്റ്റേജ്. ഇത് വരച്ച് കാണിച്ചു തന്നതായിരുന്നു ഞാൻ ക്ലാസ്സിൽ. ഇതാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ശാസ്ത്ര നിയമം ത്രോംബോസൈറ്റ് ആണ്. ഇത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇട്ടത് കൊണ്ടാണ് ഈ ഓർഡറിൽ തെറ്റിയിട്ടുള്ളത്. അടിയിലുണ്ട് വേറെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 1.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം വരെയാണ്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ത്രോംബോസൈറ്റോപീനിയ എന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ത്രോംബോസൈറ്റോപീനിയ. ഈ പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം 10 ഇതൊക്കെ SCERT ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. SCERT ഇതെല്ലാം ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ, ചുവന്ന രക്താണുക്കള് എന്നുള്ള രീതിയിൽ അവയുടെ ആയുസ്, അവയുടെ ആകൃതി എന്നുള്ള ഷേപ്പിലുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഇനി ഇത് മസ്റ്റ് ആയിട്ട് ഈ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ ആണ്. പ്ലാസ്മ പ്രോട്ടീൻ ആണെങ്കിൽ ഈ ഫൈബ്രിനോജിൻ ഏതിന്റെ? ത്രോംബിന്റെ സഹായത്തോടെയാണ് ഫൈബ്രിൻ നാരുകളായി മാറുന്നത് പഠിച്ചു വെക്കുക. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെയും മൂലകമാണെങ്കിൽ കാൽഷ്യവും ആണ് പഠിച്ചു വെക്കുക. ഈ രണ്ടും കൂടി ചേർന്നിട്ട്, ഈ രണ്ടും
ത്രോംബോപ്ലാസ്റ്റിനും കൂടിയിട്ടാണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത്. പഠിച്ചു വെക്കുക. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകൾ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. പ്രായപൂർത്തിയായ വ്യക്തിയിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം 3 തൊട്ട് 6 മിനിറ്റ് വരെയാണ്. ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? എല്ലാം ശരിയാണ്. ഓക്കെ, ഇതിലുള്ള കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നത്. സോഡിയം സിട്രേറ്റ് ആണ് രക്തബാങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഹെപ്പാരിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹെപ്പാരിൻ ആണ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവൻ ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണെന്ന് പഠിച്ചു വെക്കുക. 3 തൊട്ട് 6 മിനിറ്റ് വരെ ആയിരിക്കും പ്രായപൂർത്തിയായ വ്യക്തി രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന ആവറേജ് സമയം. രക്തമാണെങ്കിൽ രക്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ ജീവന്റെ നദിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം പഠിച്ചു വെക്കേണ്ടതാണ്. ഹെമറ്റോളജി, രക്തം നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ പഠിച്ചു വെക്കുക. ഹീമോപോയസിസ് ആണ്. ധർമ്മം മസ്റ്റ് ആയിട്ട് നോക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവല് 10th ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. ശ്വസനവാതങ്ങളുടെ സംവഹനം, പോഷകങ്ങളുടെ സംവഹനം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് ചിലപ്പോൾ നമ്മൾ അറിയില്ലാത്തതുകൊണ്ട് അതല്ല എന്ന് വിചാരിക്കും. ശ്രദ്ധിക്കുക, ഈ 3 ഇവയുടെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നതാണ്. 5 തൊട്ട് 6 ലിറ്റർ വരെയാണ് മനുഷ്യ രക്തത്തിലെ അളവ്. pH വാല്യൂ എപ്പോഴും ചോദിക്കുന്നതാണ്. 7.4 രക്തം കട്ട പിടിക്കാൻ 3 to 6 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഹെപ്പാരിൻ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വസ്തു. ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കരൾ. ആരാണ്? കരൾ. പേര് ഹെപ്പ എന്ന വാക്കുമായിട്ട് മാക്സിമം ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? കരളാണ്. സോഡിയം സിട്രേറ്റിന്റെ കാര്യം ചാൾസ് റിച്ചാർഡ് ഡ്രൂവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് പഠിച്ചു വെക്കുക. രക്തപരിശോധന സമയത്ത് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സഹായിക്കുന്ന രാസവസ്തു എഥിലിൻ ഡൈ അമിൻ ടെട്രാ അസറ്റിക് ആസിഡ് EDTA പഠിച്ചു വെക്കുക. എഥിലിൻ ഡൈ അമിൻ ടെട്രാ അസറ്റിക് ആസിഡ് EDTA പഠിച്ചു വെക്കുക. ഇനിയോ ഇതൊന്നും ഇപ്പൊ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് PSCയുടെ പഴയതാണ്. ഇനി കുളയട്ട കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹെപ്പാരിൻ ആണ്. കുളയട്ട കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഹിരിഡിനാണ് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുക. അതുകൊണ്ടാണ് അട്ട കടിക്കുന്ന സമയത്ത് നമ്മുടെ രക്തം കട്ട പിടിക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ കാരണം. കുളയട്ടയുടെ രക്തത്തിന്റെ നിറം പച്ച, മണ്ണിരയുടെ ആണെങ്കിൽ ചുവപ്പ്, പാറ്റയുടെ ആണെങ്കിൽ വെള്ള, നീരാളിയുടെ നീല. അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ വേണ്ട. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ പഠിച്ചു വെക്കുക. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതും ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് UPയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത്. ഇനിയോ ഹീമോഗ്ലോബിനിൽ ഇരുമ്പാണെങ്കിൽ ഹീമോസയാനിൻ ഉണ്ട്. രക്തത്തിന് പച്ച നീല നിറം നൽകുന്നത്, അതിലുള്ളത് കോപ്പർ ആണെന്നും കൂടി പഠിച്ചു വെക്കുക. ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ നിറത്തിന് ചുവപ്പ് നൽകുന്നത്, രക്തത്തിന് ചുവപ്പ് നൽകുന്നത്. എന്നാൽ പച്ചയും നീലയും നൽകുന്ന ഹീമോസയാനിൻ ആണ്, അതിലുള്ളത് കോപ്പർ ആണെന്നും പഠിച്ചു വെക്കുക. ഇത് ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഇത് ആവശ്യമില്ല. രക്തത്തിൽ എന്തൊക്കെയുണ്ട്? രക്തത്തിൽ 55% പ്ലാസ്മ. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. രക്തത്തിലെ പ്ലാസ്മയാണെങ്കിൽ 55. ഇതാ ചിത്രം വരെ കൊടുത്തു. പ്ലാസ്മ നോക്കി മഞ്ഞ കളറിലാണ് കാണപ്പെടുന്നത്. 55 രക്തത്തിലെ. ബാക്കി 45% എന്ത്? ബ്ലഡ് സെൽസ് എന്ന് വേണമെങ്കിൽ പറയാം. രക്തകോശങ്ങൾ. പ്ലാസ്മയോ ഇളം മഞ്ഞ നിറത്തിലുള്ള രക്തത്തിന്റെ ദ്രാവക ഭാഗം. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? പ്ലാസ്മയിലാണ്. ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളെ കോശങ്ങളെ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയിലെ ഘടകങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. എന്താണ്? ഓക്കെ, മറ്റ് ഘടകങ്ങളാണ് കേട്ടാ ഇതൊക്കെ. 90 to 95% ജലം. പ്രോട്ടീൻ ആണെങ്കിൽ 7 to 8%. മറ്റ് ഘടകങ്ങൾ 1 to 2%. മറ്റ് ഘടകങ്ങളാണ് ഇവയെല്ലാം. പഠിച്ചു വെക്കുക. പ്ലാസ്മ എന്താണ്? ദഹനഫലമായിട്ട് ലഘു ഘടകങ്ങളെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു, ദഹനഫലമായിട്ട് കേട്ടാ. ഇനി പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി പഠിച്ചു നോക്കി. ഫൈബ്രിനോജൻ പഠിച്ചില്ല, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഈ ഫൈബ്രിനോജനെയാണ് ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നത്. ആരാണ് ഈ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നത്? വേഗം പറയും നോക്കട്ടെ. ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നത് ആരാണ്?
ശ്രീലക്ഷ്മി ഞാൻ അത് നോക്കിയിട്ട് പറയാട്ടാ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ത്രോംബിൻ. ഇനിയോ രക്തകോശങ്ങളുണ്ട്. ആരൊക്കെയാണ്? 3 തരത്തിലുണ്ട്. RBC, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സുകൾ. ഇവയുടെ ഒരു ടേബിൾ SCRT കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, രക്തവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഇനി ആരോഗ്യവാനായ ഒരു വ്യക്തിയിൽ 100 ml രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? ആരോഗ്യവാനായ ഒരു വ്യക്തിയിൽ 100 ml രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? എത്രയാണ്? 12/16. PSC ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് PSCയുടെ PYQ ആണത്. 12/16 എന്നുള്ള ആൻസർ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരാവയവം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരാവയവം. ഇതേ അവയവത്തെ കുറിച്ച് തന്നെയാണ് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്? കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന കരളാണ്. ഏതൊക്കെ തരത്തിലെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലത്തിൽ അതിന്റെ പേരിനനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. ജലത്തിലൂടെ ആണെങ്കിൽ എയും ഇ ആണ്. മാരകമായത് ബി ആണ്. ലൈംഗിക രീതിയിൽ പകരുന്നത് എന്താണ്? ബി ആണ് എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. ABC എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അയഡിനിൽ ചേർത്ത് ഉപ്പ് നിർബന്ധമാക്കുന്ന വഴി ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന അപര്യാപ്തത രോഗങ്ങൾ. അതായത് അയഡിൻ ചേർത്ത് ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തത രോഗങ്ങൾ ഏതെല്ലാമാണ്? PSC ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഏതാണ്? ക്രട്ടനിസം, സ്കർവി, മിക്സഡെമ, ഡിമെൻഷ്യ. ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഈ ക്രിട്ടനസും മിക്സഡെമയൊക്കെ എന്താണ്? അയഡിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്നതാണ് അല്ലെ? ഏത് അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രിട്ടനസും മിക്സഡെമയും എല്ലാം? തൈറോയിഡ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഏത് ഘടകമാണ് ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നത്? ഇന്ന് നടന്ന എക്സാമിൽ കൂടെ ജീവിതശൈലിയായ ഇതിൽ ശ്വാസകോശ സംബന്ധ പുകവലി കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കേട്ടോ. SCRT എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു അതും. ഏതാണ്? നിക്കോട്ടിൻ ആണ്. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ലിംഫോസൈറ്റുകളുടെ എണ്ണം. ഓക്കെ, നമ്മുടെ T ലിംഫോസൈറ്റിനെ ബാധിക്കും. T ലിംഫോസൈറ്റ് എന്ന രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ തുടർന്ന് എയ്ഡ്സ്. ഓക്കെ, ബേസിക് ആയ കാര്യം കേട്ടോ. എലിസ ടെസ്റ്റ് ഏത് രോഗ നിർണയത്തിന് വേണ്ടിയുള്ളതാണ്? എലിസ ടെസ്റ്റ്. എലിസ ഏതാണ്? എയ്ഡ്സ് ആണ്. ഡിഫ്തീരിയ രോഗനിർണയത്തിനുള്ള ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഡോട്ട് ആണോ, വൈഡൽ ആണോ, ഷിക്ക് ആണോ, ഇഷിഹാരി ആണോ? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഡി അല്ല. ഷിക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇത്തരത്തില് PSC ചോദിക്കാം. തെറ്റായ ജോഡി ഏതാണ്? ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നു. കുഷ്ഠമാണെങ്കിൽ ഷിക്ക് ടെസ്റ്റ് എന്ന് പറയുന്നു. തൊണ്ടമുള്ളാണെങ്കിൽ ലെപ്രമിൻ ടെസ്റ്റ് എന്ന് പറയുന്നു. ഏതാണ് തെറ്റായ ജോഡി? ബി ആണോ? കുഷ്ഠമാണെങ്കിൽ ലെപ്രമിൻ ടെസ്റ്റ് ആണ്. തൊണ്ടമുള്ള ഷിക്ക് ടെസ്റ്റ് ആണ്. നോക്കിയാൽ ക്ഷയമാണെങ്കിൽ മാൻഡോക്സ് ആണ്. കോളറയാണെങ്കിൽ റാപ്പിഡ് ഡിപ്സ് ടെസ്റ്റ് ആണെന്നും കൂടി പഠിച്ചു വയ്ക്കുക. തൽക്കാലം ഇത്രയും മതി. ബാക്കി നമുക്ക് ഇന്നൊരു ക്ലാസ്സിൽ ബയോളജിയുടെ ബാക്കിയും
ഫിസിക്സ് കെമിസ്ട്രി എന്നതെല്ലാം കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം കുറച്ചുകൂടി കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ കണക്റ്റഡ് ആയ ഫാക്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് ഇരിക്കരുത്. കണക്റ്റഡ് ആയ ഫാക്ട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്നലെ സയൻസ് ഒന്നുകൂടി എല്ലാം ഒന്ന് ഓടിച്ച് വായിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. ഓക്കെ, നമ്മുടെ PDF കാര്യങ്ങളും നോട്ട്സും എല്ലാം വായിച്ചാൽ മതി. സയൻസ് കൂടുതലും പുറമേക്ക്, നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള പുറമേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ അല്ലേ?